ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും അധിക ചെലവില്ലാതെ ഈ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ലേലവസ്തു കൈപ്പറ്റുവാനുള്ള സുവർണ അവസരമാണ്. 1500 2000 ഒന്നും ഒറ്റയടിക്ക് വിളിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. വെറും 10 രൂപ, വെറും 100 രൂപ, വെറും 200 രൂപ കൂട്ടി വിളിക്കാവുന്ന അവസരമാണ്. അതിന് വളരെ മനോഹരമായി പച്ച കവറിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്നതിൽ എന്താണ്? ആർക്കെങ്കിലും ഇതിനൊരു ക്ലൂ തരാൻ പറ്റുമോ? പ്രിയ സഹോദര, ഇതിൽ ജീവനുള്ള എന്തെങ്കിലും വസ്തുക്കളാണോ? ഇതിനകത്ത് കരയുന്ന ശബ്ദമോ കുരയ്ക്കുന്ന ശബ്ദമോ ഒന്നും കേട്ടിട്ടില്ല. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമല്ല. ഇതിൽ പട്ടിയോ കോഴിയോ ഒന്നുമല്ല. ഇത് വിദേശ നിർമ്മിതമാണോ? പ്രിയ സഹോദര, ഇത് വിദേശ നിർമ്മിതമാണോ? സൗദിയിൽ നിന്ന് വന്നതാണ്. അതെ. ഇതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററും YP സെക്രട്ടറിയും സൗദിയുമായി ബന്ധമുള്ളതാണ്. അന്നേരം സൗദി അല്ല, ദുബായ്. ഒരു കാര്യം ഉറപ്പിക്കാം, ഇത് വിദേശ നിർമ്മിതമാണ്. ഓക്കെ, അന്നേരം നമ്മുടെ ലേലം ആരംഭിക്കുകയാണ്. നമ്മുടെ ഈ ലേലവസ്തുവിന്റെ ഏറ്റവും ബേസിക് പ്രൈസ് 50 രൂപയാണ്. 50 രൂപ സ്റ്റാർട്ടിങ്. സോണിക്കാൻ 50 രൂപ കൂട്ടി വിളിച്ചിരിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, കൂട്ടുലേലമാണ്. ഈ പറയുന്ന തുക ഇവിടെ നോട്ട് ചെയ്യും. ആരാണ് നോട്ട് ചെയ്യുന്നത്? സിസ്റ്റർ ആൻസി നോട്ട് ചെയ്യുന്നുണ്ട്. സോണി ഈറുകയിൽ 50 രൂപ കൂട്ടി വിളിച്ചിരിക്കുകയാണ്. അങ്ങനെ 100 രൂപ ലേലവസ്തുവിനായിരിക്കുന്നു. അടുത്തത് ആരാൻ 5 രൂപ, 105 രൂപ വിളിച്ചിരിക്കുന്നു. ആരോന്റെ പേരിൽ 5 രൂപ. 5 രൂപ ക്യാൻസൽ ചെയ്ത് കേട്ടോ. 10 രൂപയാണ്. ആരോൺ 10 രൂപ വിളിച്ചിരിക്കുന്നു. 110 രൂപ. പ്രസാദ് ചാൻ 120, 10 രൂപ എഴുതുക. പ്രസാദ് വി അലക്സ് 10 രൂപ. 120 രൂപ. പത്ത് രൂപ. പ്രസാദ് വി അലക്സ് വിളിച്ചിരിക്കുന്നത് 10 രൂപയാണ്. 120 രൂപ. 120, 150. രാജീവാന്റി 150, 30 രൂപ. സോറി, 50 അല്ലേ വിളിച്ചു? 150. 30 രൂപ കൂട്ടി എഴുതുക. രാജീവാന്റി 150, 150 വിളിച്ചിരിക്കുന്നു. ഷൈനി ചേച്ചി 160, 10 രൂപ ഷൈനി ചേച്ചിക്ക്. ഷൈനി റച്ചി പറമ്പടിയിൽ ഷൈനി റച്ചി 160 വിളിച്ചിരിക്കുന്നു. 10 രൂപ കൂട്ടി വിളിച്ചിരിക്കുന്നു. 160 ഷൈനി റച്ചി. പ്രീതി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ലേലം വിളിക്കുമ്പോൾ എന്റെ അടുത്തൊന്ന് പറയേണ്ടതാണ്. 170 പറമ്പടിയിൽ തന്നെ പ്രിജി സജി 170. നിസി കൺസ്ട്രക്ഷൻ വേണ്ടി പ്രൊപ്പറേറ്റർ അനീഷ് വീരളശ്ശേരി 200. 30 രൂപ അനീഷിന്റെ പേരിൽ എഴുതുക. നിസി കൺസ്ട്രക്ഷൻ 200. അതെ, 200 നിസി കൺസ്ട്രക്ഷൻ. ജോവാ സ്റ്റോക്സ് വിളിക്കുന്നുണ്ടോ? ജോവാ സ്റ്റോക്സ് 50 രൂപ കൂട്ടി വിളിച്ചിരിക്കുന്നു. 250. 250. ജോവാ സ്റ്റോക്സ് 250. നോബൽ ഫ്രം എറണാകുളം 50 രൂപ കൂട്ടി വിളിച്ചിരിക്കുന്നു. 300. നോബലിന്റെ പേരിൽ 50 നൽകുക. 300. സോണിച്ചായൻ എത്ര വിളിക്കണമെന്നുള്ള ചിന്തയിലാണ്. 300 ആണ് നമ്മുടെ പ്രൈസ് നിൽക്കുന്നത്. ഇപ്പോൾ ബേസ് പ്രൈസ് 300 ആണ്. 300. 300 വിളിച്ചിരിക്കുന്നത് നോബിളാണ്. അവസാനം നോബിളിന്റെ പേരിൽ 50. 310. ഇത് ഞാൻ തന്നെ കൊണ്ടുവന്ന നിലയിൽ 310. ചാക്കോച്ചയുടെ പേരിൽ 10 കൂടെ എഴുതുക. 350. 40 രൂപ കൂട്ടി വിളിച്ചിരിക്കുന്നു. 350. എന്റെ ഭാര്യയുടെ പേരിൽ തന്നെ ഞാൻ നേടിയെടുക്കുമെന്ന് വീരളശ്ശേരിൽ അനീഷ് ഉറപ്പിച്ചിരിക്കുകയാണ്. 350. മനോഹരമായ പച്ചക്കവറിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണ്? അത് നിസിയും അനീഷുമാണ് പൊട്ടിച്ചു നോക്കുന്നത്. 350. 350. 40 രൂപ കൂട്ടി വിളിച്ചു. ഓക്കെ, അന്നേരം 350.
350-ലാണ് നിൽക്കുന്നത്. ഇനിയുള്ള വിളികള് 50 രൂപയാണ് കൂട്ടി വിളിക്കേണ്ടത്. ജസ്റ്റിൻ ബി സാമുവേൽ 400. ജസ്റ്റിന്റെ പേരിൽ 50 എഴുതുക. 400. ജസ്റ്റിൻ ബി സാമുവേൽ 400. ഓക്കെ, ഒരു ചെറിയ മാറ്റമുണ്ട്. 500 കഴിഞ്ഞിട്ടാണ് 50 ആക്കുന്നത്. 400. 400 ആണ്. ആരാ വിളിച്ചത്? പ്രസാദാനാണോ വിളിച്ചേ? പിന്നെ ആരായിരുന്നു വിളിച്ചേ? അനീഷ്. നദരിയൽ വി അനീഷ് 450. അനീഷിന്റെ പേരിൽ തന്നെ 50 കൂടെ എഴുതുക. മക്കള് വിളിച്ചാലും അപ്പനും അമ്മയുടെയും പേരിലെ അക്കൗണ്ടിലായിരിക്കും ഇത് ക്രെഡിറ്റ് ചെയ്യുന്നത്. 450. പ്രസാദ് വി അലക്സ് മണമേൽ 500. പ്രസാദ് വി അലക്സ് 500. പ്രസാദ് ചാന്റെ പേരിൽ 50 എഴുതുക. 50 എഴുതുക. പ്രസാദ് ചാന്റെ പേരിൽ 500. പച്ചക്കവറിൽ മനോഹരമായി പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഈ വസ്തു എന്താണ്? 500. പ്രസാദ് വി അലക്സ് 500. ബെറ്റ്സി ജോബിൻ, ഇത് ഞങ്ങൾ തന്നെ കൊണ്ടുവന്ന് പറഞ്ഞുകൊണ്ട് ബെറ്റ്സി ജോബിൻ 100 രൂപ കൂട്ടി വിളിച്ചിരിക്കുന്നു. 600. ബെറ്റ്സിയുടെ പേരിൽ 100 എഴുതുക. എന്റെ പേരിൽ എഴുതല്ലേ, പ്രത്യേകം ശ്രദ്ധിക്കുക. 600. ഇനിയുള്ള വിളികളെല്ലാം മിനിമം 50 വെച്ചാണ് വിളിക്കേണ്ടത്. 600 നിൽക്കുകയാണ്. നമ്മുടെ സോജൻ ബാസും ആന്റിയും കൂടെ കാര്യമായി എന്തോ ഡിസ്കഷനിലാണ്. 500 ആണോ 1000 ആണോ എത്രയാണ് കയറ്റി വിളിക്കുന്നത്? 600. ഇനിയും വിളിക്കുന്നവർക്ക് ഇതൊന്ന് കുലുക്കി നോക്കുവാനുള്ള അവസരം നൽകുന്നതാണ്. ഇനി വിളിക്കുന്നവർക്ക് ഈ പാക്കറ്റ് കുലുക്കി നോക്കുവാനുള്ള അവസരമുള്ളതാണ്. കുലുങ്ങുന്നില്ല, അന്നേരം സേഫ് ആണ്. ആടുന്നതൊന്നുമല്ല, വളരെ സേഫ് ആയിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. രാജിയാന്റിക്ക് കുലുക്കി നോക്കണമെന്ന് പറയുന്നു. 50 രൂപ തന്ന് കുലുക്കി നോക്കൂ. അന്നേരം 650. രാജിയാന്റി 650. 50 രൂപ കൂട്ടി വിളിച്ചിരിക്കുന്നു. ഇനി ആർക്കെങ്കിലും കുലുക്കി നോക്കണമോ? ജോഹാന, പാസ്റ്റർ മകൾ ജോഹാനയ്ക്ക് കുലുക്കി നോക്കണമെന്ന് പറയുന്നു. പിടിച്ച് കുലുക്കിക്കോ. 650 നിന്ന് 700. ജോഹാന 700. ഗ്രേസ് ചേച്ചിക്ക് കവർ പിടിച്ചു നോക്കണം. അതെ, 750. ഗ്രേസ് ബിനു 50 രൂപ എഴുതുക. 750. വളരെയേറെ മത്സരത്തിൽ പങ്കെടുത്ത ബ്രദർ അനീഷ് പി 800ലേക്ക് എത്തി നിൽക്കുകയാണ്. അനീഷിന്റെ പേരിൽ 50 കൂടെ എഴുതുക. 800. ഇനി ആർക്കെങ്കിലും തൊട്ടു നോക്കുവാനുള്ള അവസരം, കുലുക്കി നോക്കുവാനുള്ള അവസരം 800 നിൽക്കുന്നു. ജസ്റ്റിൻ പി സാമുവേൽ വീണ്ടും കുലുക്കുന്നു. 850. ജസ്റ്റിന്റെ പേരിൽ 50 കൂടെ എഴുതുക. 850. ജോഷ് കുലുക്കി നോക്കുന്നു. 900. 50 രൂപ ജോഷിന്റെ പേരിൽ എഴുതുക. പ്രത്യേകം ശ്രദ്ധിക്കുക, എന്റെ പേരിൽ എഴുതല്ല, ജോഷിന്റെ പേരിൽ എഴുതുക. പിടിക്കണോ? വേണ്ട. ലിൻസ് ചേച്ചി വേണ്ട. 850. 850. 850. 900 ആര്? 900 ആയിരുന്നു. കണക്കിൽ 50 രൂപ ലാഭിക്കാൻ പറഞ്ഞു, അത് നടന്നില്ല. 900 ജോയിക്കാൻ കുലുക്കി നോക്കുന്നോ? 1000 ആയി കഴിഞ്ഞാൽ പിന്നെയും റേറ്റ് കൂടും. കുലുക്കാനുള്ളവർ ഇപ്പോ 2 പേർക്കൂടെ കുലുക്കാനുള്ള അവസരമുണ്ട്. വേണോ? വേണ്ട. കുലുക്കിക്കോ. മത്സരത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ മാതാപിതാക്കന്മാർ ഒരിക്കലും പിന്തിരിപ്പിക്കല്ലേ. ഇവിടെ ഭീഷണിയുടെ ഭാഷയിൽ നമ്മുടെ പല മത്സരാർത്ഥികളോടും മാതാപിതാക്കന്മാർ പെരുമാറുന്നുണ്ട്. അതൊരിക്കലും അനുവദനീയമല്ല. 900 അല്ലേ നിൽക്കുന്നേ? 900 ഒരു തരം നിൽക്കുകയാണ്. അതെ, പാസ്റ്റർ ആന്റി കൈകാട്ടി വിളിക്കുന്നു. 900 നിന്ന് പാസ്റ്റർ ആന്റിയിലേക്ക് കടന്നു പോവുകയാണ്. പാസ്റ്റർ പിടിച്ച് കുലുക്കി നോക്കൂ. അതെ, 950. ജെറുഷ
ജെറൂഷ 1000, ജെറൂഷ 1000 എത്തി നിൽക്കുകയാണ്. 1000 സൈക്കിൾ. ബെറ്റ്സി ജോബിൻ 1100. ബെറ്റ്സിയുടെ പേരിൽ 100 കൂടി. ഇത് കുലുക്കി നോക്കാനേ പറഞ്ഞിട്ടുള്ളൂ, തുറന്നു നോക്കാൻ അനുമതിയില്ല. സോണിച്ചായൻ നോക്കുകയാണ്. 1000 ഇല്ല. സോണിച്ചായന് കുലുക്കണ്ടെന്നാണ് പറയുന്നത്. 1000 ആയല്ലോ, 100 വെച്ച് വിളിച്ചാലോ? 1100 അല്ലേ നിൽക്കുന്നേ? 100 കൂട്ടി വിളിച്ചു. 1100. 1000 മണ്ടക്കോട്ടുള്ള വിളികൾ ഇനി 100 രൂപ വെച്ചാണ് കൂട്ടി വിളിക്കുന്നത്. അനീഷ് വീരശ്ശേരി 1200. അനീഷിന്റെ പേരിൽ 100 രൂപയും കൂടെ എഴുതുക. 1200. പച്ചക്കവറിൽ മനോഹരമായി പൊതിഞ്ഞിരിക്കുന്ന വിദേശ നിർമ്മിതമായ കുലുക്കി നോക്കിയിട്ട് അനങ്ങാത്ത ശബ്ദമുണ്ടാക്കാത്ത എന്താണിതിൽ? 1200. ഒരു കുഞ്ഞുമോൾക്ക് ഇത് വിളിക്കാൻ ആഗ്രഹമുണ്ട്, എന്നാൽ അതിനെ അടച്ചിട്ട് വെച്ചു. സൈജാന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ വണ്ടി ബ്രേക്ക് ഓട്ടും എന്നെ ഒന്ന് പിടിച്ചോണം. 1200. നിസി കൺസ്ട്രക്ഷൻസ് 1200. പാസ്വാന്റെ ഇതിലേക്ക് ശ്രദ്ധിക്കൂ. 1200 വിദേശ നിർമ്മിതമാണ്. കുലുക്കിയിട്ട് അനങ്ങുന്നില്ല, ശബ്ദം കേൾക്കുന്നില്ല. അതെ, പാസ്റ്റർ വീണ്ടും താല്പര്യത്തോടെ നോക്കുന്നു. 100 രൂപ പാസ്റ്റർ കൂട്ടി വിളിച്ചിരിക്കുകയാണ്. 1300. പാസ്റ്റർ സോജൻ 1300. ഇത് വിട്ടുകൊടുക്കുകയില്ല തുറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് മേപ്രാൽ ദൈവസഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ സോജൻ 100 കൂടി കൂട്ടി വിളിച്ചിരിക്കുന്നു. 1300. ഒരു ദൈവദാസനും ഇത് വിട്ടുകൊടുക്കുകയില്ല എന്നുള്ള ചിന്തയിൽ ബ്രദർ അനീഷും നിസിയും കൂടെ അവിടെ ചർച്ചകൾ നടക്കുകയാണ്. 1300 മുതൽ 1500 എത്തുമോ? 1300 മാസ്റ്റർ സോജൻ ടി വിളിച്ചിരിക്കുന്നു. 1300. ജോണിക്ക് വിളിക്കണോ? വേണ്ട. 1300. വിട്ടുകൊടുക്കില്ല. ഇത് ഞങ്ങൾ തന്നെ കൊണ്ടുപോകും. നിസി കൺസ്ട്രക്ഷൻ 1400. വീണ്ടും 100 കൂടി അനീഷിന് എഴുതുക. 1400. 1400. ജയാൻ ജെ 1400. ജയാൻ ജെ സോളാർ കയറ്റി വിളിച്ചിരിക്കുകയാണ്. 1500. ജസ്റ്റിൻ വി സാമുവേൽ കയറ്റി വിളിച്ചിരിക്കുന്നു. 1500. 100 ജസ്റ്റിന്റെ പേരിൽ എഴുതുക. സിസ്റ്റർ ആൻസി പ്രത്യേകം ശ്രദ്ധിക്കുക. ജസ്റ്റിൻ വി സാമുവേൽ 100 കൂട്ടി വിളിച്ചിരിക്കുന്നു. 1500. യൂട്യൂബ് ചാനൽ ജോഷ് ടോക്സ് മത്സരിക്കുന്നുണ്ടെങ്കിൽ 100 കയറ്റി വിളിക്കാവുന്നതാണ്. 1600. ജോഷ് ടോക്സ് 1600. ജോഷിന്റെ പേരിൽ 100 എഴുതുക. 1600. ഇതുവരെ ഇതിനെപ്പറ്റി ഒരു ക്ലൂവും കിട്ടിയിട്ടില്ല. അത്ര സുരക്ഷിതമായാണ് ഇത് പൊതിഞ്ഞു വെച്ചിരിക്കുന്നത്. 1600. മനോഹരമായി പൊതിഞ്ഞ വിദേശ നിർമ്മിതമായ ഒരു വസ്തുവാണിതിൽ. 1600. 1700. വീണ്ടും അനീഷ് വീരശ്ശേരി 1700. വിട്ടുകൊടുക്കില്ല. ഇത് ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. 1700. അനീഷ് വീരശ്ശേരി 1700. 100 രൂപ അനീഷിന്റെ അക്കൗണ്ടിൽ ചേർക്കേണ്ടതാണ്. 1700. 1700. നോബിൾ പൊതിയിലേക്ക് നോക്കുന്നു. ലേലത്തിൽ പങ്കെടുക്കുന്നു. 1700.
1700, 1700, 1700. രണ്ടു മൂന്ന് പേര് വണ്ടിയിലില്ലല്ലോ, അവരെ കൂടെ വിളിച്ചു ചോദിക്കേ. രാജവഞ്ചാനൊക്കെ വിളിച്ചു ചോദിക്കേ ലേലത്തിൽ പങ്കെടുക്കുന്നു. 100 രൂപ കൂട്ടി എഴുതി വന്നിട്ട് 1700, 1700, 1700. പ്രസാദ് വളരെ ആകാംക്ഷയോടെ നോക്കുന്നു. 1700 വെറും 100 രൂപ കൂട്ടി വിളിച്ചാൽ ഒരുപക്ഷെ ഇത് മണമേൽ ഹൗസിലേക്ക് പോകുന്നതായിരിക്കും. 1700, 1700, 1700, 1700 ഒരു തരം, 1700 ഒരു തരം. ജസ്റ്റിൻ വി സാമുവേൽ 1800. ഇത് പൊതിഞ്ഞ വ്യക്തികളിൽ ഒരാളാണ്. അതിന്റെ വില മനസ്സിലാക്കി ഇത് വിട്ടുകൊടുക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ജസ്റ്റിൻ വി സാമുവേൽ 1800. എല്ലാവരെയും ലേലത്തിൽ പങ്കെടുപ്പിക്കണമെന്നുള്ള ചിന്തയിൽ രാജവഞ്ച ലേലം നടന്നുകൊണ്ടിരിക്കുക. 100 രൂപ കൂട്ടി വിളിച്ചാൽ രാജവഞ്ചാനും പങ്കെടുക്കാവുന്നതാണ്. അതെ, ഉമ്മങ്ക തോമസ് കൂട്ടി വിളിച്ചിരിക്കുന്നു. 100 രൂപ, 1900. ഈ വാഹനത്തിൽ സഞ്ചരിക്കാതിരുന്നിട്ടും ലേലത്തുക കൂട്ടി വിളിച്ചിരിക്കുന്നു. ഉമ്മങ്ക തോമസ് 1900, 1900 ഒരു തരം. ഇനി ആർക്കെങ്കിലും പങ്കെടുക്കാനുണ്ടോ? 1900 ഒരു തരം, 1900 ഒരു തരം, 1900 ഒരു തരം. ഇനി ആരാണ് അവസരമെടുക്കുന്നത്? അനീഷ് വളരെ പ്രതീക്ഷയോടെ നോക്കുന്നു. ഞാൻ ഇത്രയും കൂട്ടി വിളിച്ചിട്ടും ഒരു ഫോൺ വിളിയിൽ അതിൽ നിന്നും 2000. അതെ, അനീഷ് 2000. എന്താണ് ഈ പൊതിഞ്ഞു വച്ചിരിക്കുന്നത്? 2000 രൂപ വിലയുള്ള വസ്തു. അനീഷ് വീരളശ്ശേരി, നിസി കൺസ്ട്രക്ഷൻ 2000. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് കട്ടത്തറയിൽ സിസ്റ്റർ ഗ്രേസ് നോക്കുകയാണ്. 2000 ഞാൻ വിട്ടുകൊടുക്കുമോ? ഞാൻ എന്റെ ഹസ്ബൻഡിനെ വിളിക്കട്ടെ, തിരിച്ചായനെ വിളിച്ച് അനുമതി ചോദിക്കുന്നു. 2100 പോകുമോ? സിസ്റ്റർ ഗ്രേസ് 2100. സിസ്റ്റർ ഗ്രേസ് കട്ടത്തറ 2100. 2100 പാസ്റ്റർ ആന്റി വിട്ടുകൊടുക്കുന്നില്ല. കട്ടത്തറയിലേക്ക് നമുക്കത് കൊടുക്കാൻ സാധിക്കത്തില്ല. നമുക്ക് തന്നെ കൊണ്ടുപോകണം അച്ചായ. പാസ്റ്റർ ആന്റി വിളിക്കുന്നു. 100 രൂപ കൂട്ടി 2200. 2200. സിസ്റ്റർ ആന്റി കണക്കുകൾ വ്യക്തമായി എഴുതണം. 2200. പാസ്റ്റർ ആന്റി 2200. അതെ, ലേലം അതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. 2200. അതിനിടയ്ക്ക് പണി നിർത്തി കേട്ടോ. 2200. ഇനി ആർക്കെങ്കിലും വിട്ടുകൊടുക്കില്ല. ഇത് ഞങ്ങൾ തന്നെ കൊണ്ടുപോകും. 2300. അനീഷ് വീരളശ്ശേരി 2300. നിസി കൺസ്ട്രക്ഷൻ. ഇത് എന്റെ ഭാര്യയുടെ പേരിലുള്ള സ്ഥാപനത്തിൽ ഞാൻ സ്ഥാപിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് വീരളശ്ശേരി 2300. ഈ പൊതി വീരളശ്ശേരിയിലെ വീട്ടിൽ കടന്നു പോകുമോ? കട്ടത്തറയിലെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമോ? അതല്ല പറപ്പടിയിൽ പോകുമോ? അതല്ല ജോസ് ടോക്സ് കൊണ്ടുപോകുമോ? 2300. 2300. അനീഷ് വീരളശ്ശേരിൽ 2300. അതെ, മമ്മി ഇത് വിട്ടുകൊടുക്കല്ലെന്നുള്ള പ്രതീക്ഷയോടെ നോബിൾ ബി മാത്യു നോക്കുകയാണ്. നോബിളെ 2300. മനോഹരമാണ്. കുലുങ്ങുന്നില്ല, ശബ്ദം കേൾക്കുന്നില്ല. 100 കയറ്റി വിളിക്കുകയാണ്. 2400. നോബിൾ വി മാത്യു വി ജേക്കബ് എന്ന നോബിൾ കട്ടത്തറയിൽ 2400. നോബിളിന്റെ പേര് 100 കൂട്ടി എഴുതുക. 2400. 2400. 2400. അവിടെ ആരാ 100 കൂട്ടിയത്? ആൻസി ജസ്റ്റിനാണോ 100 കൂട്ടിയത്?
ആണോ? പറഞ്ഞതാ. വേറെ ആരെങ്കിലും വെറും 100 രൂപ കൂട്ടി വിളിക്കൂ. 100 രൂപ. 2500. ജോവാഷ് ടോക്സ് 2500. പ്രത്യേകം ശ്രദ്ധിക്കുക, അപ്പന്റെ അക്കൗണ്ടിൽ എഴുതല്ലേ, മോന്റെ അക്കൗണ്ടിൽ തന്നെ. ജോവാഷ് ടോക്സ് 2500. 2500 ഒരു തരം. ജോവാഷ് ടോക്സ് ഒരു തരം. 2600 വിട്ടുകൊടുക്കില്ല. 2600. നിസി കൺസ്ട്രക്ഷൻസും ജോവാഷ് ടോക്സും തമ്മിലുള്ള ശക്തമായ മത്സരം. 2600. ജോവാഷ് വിട്ടുകൊടുക്കുന്നു താങ്കൾ. 2600. നിസി കൺസ്ട്രക്ഷൻസ് ഒരു തരം. 2600. നിസി കൺസ്ട്രക്ഷൻസ് ഒരു തരം. 2600. 2600 ഒരു തരം. ലിൻസി ചേച്ചിയുടെ അടുത്തേക്ക് സജിച്ചായൻ കടന്നു ചെന്നിരിക്കുന്നു. എന്തൊക്കെയോ സാമ്പത്തിക വിഷയങ്ങൾ സംസാരിക്കുകയാണ്. 2600. 2600 ഒരു തരം. 2600 ഒരു തരം. 2600 ഒരു തരം. നിസി കൺസ്ട്രക്ഷൻസ് 2700 ഒരു തരം. 2700. ജോവാഷ് ടോക്സ് 2700. 2700 ഒരു തരം. 2700 ഇല്ല, വിട്ടുകൊടുക്കില്ല. 2800. അനീഷ് വീരളശ്ശേരിൽ 2800. അതെ, 2800. 2800 ഒരു തരം. 2800 ഒരു തരം. ലേലം അതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. 2800. മനോഹരമായ ഈ വസ്തു എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ ചില മിനിറ്റുകൾ മാത്രം ബാക്കിയായിരിക്കുന്നു. 2800 ഒരു തരം. 2800 ഒരു തരം. ശീതളങ്ങാട്ട് ചോദിച്ചായൻ വിട്ടുകൊടുക്കില്ല എന്നുള്ള രീതിയിൽ തിരിഞ്ഞു നോക്കുകയാണ്. 2800 നിന്ന് 2900. ജോജി ശീതളങ്ങാട്ട് 2900. അനീഷിന്റെ പ്രതീക്ഷകൾ കൈവിടുകയാണോ? നിസി കൺസ്ട്രക്ഷന്റെ ഓഫീസിൽ ഇതെത്തുമോ? 2900. 2900. ഇത്രയും മത്സരിച്ച ജോവാഷ് പരാജയപ്പെടുമോ? 2900. 2900. ജോവാഷ് ആലോചിക്കുകയാണ് എത്ര രൂപ കൊടുക്കണം. 3000ത്തിലേക്ക് ജോവാഷ് കൈവെക്കുമോ? 2900. ജോജി ശീതളങ്ങാട്ട്, അനീഷ് വീരളശ്ശേരിൽ, ജോവാഷ് 3 പേരും 3000. സോണി സി രാജ് 3000. സോണി സി രാജ് 3000. ഇതിന്റെ വില മനസ്സിലാക്കിയ വ്യക്തിയാണ്. 3100. വിട്ടുകൊടുക്കില്ല. ഇത് ഞങ്ങൾ തന്നെ കൊണ്ടുപോകും. 3100. 3200. ഞാൻ തന്നെ കേട്ടി വിളിക്കുകയാണ്. 100. ജോബിന്റെ പേരിൽ 200 എഴുതുക. 3100. അനീഷ് 3100 അല്ലേ വിളിച്ചേ? 3200. 3200. 3200 ഒരു തരം. 3200 ഒരു തരം. 3200 ഒരു തരം. 3200. ലേലം അതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് ആകാംക്ഷ നിറഞ്ഞ ലേലം. അതെ, 3300. അതെ, ഇമ്മാനുവേൽ ഫുഡ്സ് 3300. ബ്രദർ സോണി ഈറുകയിൽ നേതൃത്വം നൽകുന്ന ഇമ്മാനുവേൽ ഫുഡ്സ് 3300. ബ്രദർ സോണി ഈറുകയുടെ പേരിൽ 100 എഴുതുക. 3300. അതെ, വ്യക്തികൾ മാറി പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള മത്സരമായി മാറിയിരിക്കുകയാണ്. ഇമ്മാനുവേൽ ഫുഡ്സ്, നിസി കൺസ്ട്രക്ഷൻസ്, ജോവാഷ് ടോക്സ് 3 പേരും മത്സരിക്കുകയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം. 3300. ഡ്രമ്മ് കൊട്ടുന്നവർ കുറച്ചുകൂടെ ശക്തമായി കെട്ടുക. 3300 ഒരു തരം.
3300 ഒരു തരം, 3300 ഒരു തരം, 3300 ഒരു തരം. ലേലം അതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് 3400. ജോജി ശീതളങ്ങാട്ട് 3400. ജോജന്റെ പേര് 100 കൂടി ചേർത്ത് എഴുതുക. 3400. 3500. അനീഷ് വീരണശ്ശേരിൽ 3500. 3500. അതെ, ലേലം അതിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക്, അത്യന്തം വാശിയേറിയ ലേലത്തിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് 3500 ഒരു തരം, 3500 ഒരു തരം, 3500 ഒരു തരം. ലേലം അതിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. 3500 ഒരു തരം, 3500 രണ്ട് തരം, 3500. 3600. 3700. സോണി ഈറുകളുടെ പേരിൽ 100. 3700. അനീഷ് വീരണശ്ശേരി 3700. അനീഷിന്റെ പേരിൽ 3700. ജോഷ് മത്സരിക്കുന്നില്ലേ? ജോഷ് പിന്മാറിയെന്നാണ് പറയുന്നത്. 3700. അനീഷ് വീരണശ്ശേരി. ലേലം അവസാനിക്കുകയാണ്. ഒരു തരം 3700. ഒരു തരം 3700. രണ്ട് തരം. അതെ, ഒരേ ഒരു അവസരം കൂടെ സോണി ഈറുകയിൽ ആലോചിക്കുകയാണ്. 3700. രണ്ട് തരം 3700. 3800. ജസ്റ്റിൻ പി സാമുവൽ. ജസ്റ്റിന്റെ പേരിൽ 100 കൂടി ചേർക്കുക. 3800. അത്യന്തം ആകാംക്ഷ നിറഞ്ഞ ലേലം അതിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ മത്സരാർത്ഥികൾ വളരെ വീറോടെ മത്സരിക്കുകയാണ്. 3800. ജസ്റ്റിൻ പി സാമുവൽ. 3800. ജസ്റ്റിൻ പി സാമുവൽ. 3800. ഒരു തരം. 3800. ഒരു തരം അല്ല, 3900 ഒരു തരം. അനീഷ് വീരണശ്ശേരി 100 കൂട്ടി വിളിച്ചിരിക്കുന്നു. 3900 ഒരു തരം, 3900 ഒരു തരം. അനീഷ് വീരണശ്ശേരി 3900 ഒരു തരം, 3900 രണ്ട് തരം, 3900 രണ്ട് തരം. അതെ, ലേലത്തിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് 3900 മൂന്ന് തരം. അതെ, ഈ മനോഹര വസ്തു എന്തെന്ന് തിരിച്ചറിയാനുള്ള സമയം ആഗതമായിരിക്കുന്നു. ബ്രദർ അനീഷ് വീരണശ്ശേരി ഡിസി കൺസ്ട്രക്ഷൻസിന്റെ പേരിൽ നേടിയിരിക്കുന്നു 3900-ന് വിദേശ നിർമ്മിതമായ ശബ്ദിക്കാത്ത, ശബ്ദമുണ്ടാക്കാത്ത, മനോഹരമായി പൊതിഞ്ഞിരിക്കുന്ന ഈ വസ്തു. പ്രിയ അനീഷ് മുന്നോട്ട് കടന്നു വരുമോ? പ്രിയ അനീഷ് അല്ല, നിഷിയാണ് കടന്നു വരുന്നത്. എന്റെ ഭാര്യയുടെ പേരിൽ ഞാൻ നടത്തുന്ന നിഷി കൺസ്ട്രക്ഷൻസിന്റെ അതെ കൊച്ചു മുതലാളി, കൊച്ചു മുതലാളി നവനിയ അനീഷ് ലേലവസ്തു കൈപ്പറ്റിയിരിക്കുന്നു. 3900. 3900. കൺഗ്രാറ്റുലേഷൻസ്. ഈ ലേലത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ലേലത്തിൽ വളരെ ഉത്സാഹത്തോടെ പങ്കെടുത്ത എല്ലാവരും കാശ് കൊടുക്കുന്ന കാര്യത്തിലും വളരെ ഉത്സുകരായിരിക്കണം. ഇങ്ങനെ ഒരു ക്രമീകരണം നമ്മൾ ചെയ്തത് വേറെ ഒന്നിനു വേണ്ടിയല്ല, നമ്മുടെ സെൻട്രൽ സ്കൂൾ വൈപി പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ടിന്റെ സമാഹരണാർത്ഥമാണ് ഇങ്ങനെ ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്തത്. സഹകരിച്ച എല്ലാവരോടുമുള്ള നന്ദി ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു.